ഒന്ന് പരിചയപ്പെടാനാ. സോറി, വേറൊന്നും തോന്നരുത്. ആരെയും പരിചയപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ എഴുതാനുള്ള എന്റെ സ്വപ്ന തകരും ഈ ആരാധകന്മാരെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കോണ് ഞാൻ തിരഞ്ഞെടുത്തു. സോറി, ഈ വളത്തിൽ പുതുതായി ഒരാൾ വന്ന് താമസിക്കുമ്പോ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വിളിച്ചതാ. പേര് മൺകലം, മരംകൊത്തി, മത്താപ്പ് തുടങ്ങിയ സകല വീക്കിലല്ലേ എന്റെ പേരുണ്ട്. ക്ഷമിക്കണം, ഞാൻ അതൊന്നും വായിക്കാറില്ല. എന്റെ നട്ടുച്ചയ്ക്ക് സൂര്യനില്ല, പീസിയുടെ പുത്രി, ഒരു ബലാത്സംഗത്തിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയ ഡിറ്റക്റ്റുകളൊന്നും വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല. വായനശീലം കുറവാണ്. അല്പം കുറവാ. ഈ മാലിന്യങ്ങൾ ഒന്നും വായിക്കാറില്ല. എന്റെ പേര് ഭരതൻ, അച്ഛൻപിള്ളയുടെ മോനാ. ഈ വീക്കിലിൽ ഒന്നും നോക്കിയാൽ കാണൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഊതല്ലേ, ചൂടാറും. അച്ഛനില്ലേ? സ്റ്റേഷനിൽ പോയല്ലോ. ഓ സോറി, ഞാനത് ഓർത്തില്ല. പിന്നെ മിസ് ദേവി മൺകലം വായിക്കാറില്ലേ? ഇല്ല, കഴുകാറുണ്ട്. വണ്ടർഫുൾ ജോക്ക്. എനിക്കിങ്ങനെ തമാശ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തമാശക്കാരെ ഭയങ്കര ഇഷ്ടം. അതെയോ? അതെ, ഈ ജീവിതം എന്ന സാഹചര്യത്തിൽ നമ്മൾ പാമ്പ് ചെല്ലുന്നിടത്തൊക്കെ പാലുകൾ. തൽക്കാലം അവരറിയാൻ പാടില്ല. സാറെന്താ എഴുതും? പേടിച്ചു പോയോ? പേടിച്ചു പോയനെ. എന്താ എഴുതുന്നത്? ഒരു പ്രേമരംഗം. പ്രേമരംഗം? ഹാൻജി. എന്തോന്ന്? ഈ അതെ എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാ ഹാൻജി. ഒന്ന് വായിക്കോട്ടെ, വെറുതെ ഒന്ന് കേൾക്കാനാ. സുരേഷ് സരിതയെ ഗാഠം പുണർന്നു, നിറകയിൽ ചുംബിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഡു യു ലവ് മീ സുരേഷ്? ടെൽ മീ പ്ലീസ്. ചുറ്റും നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഹാൻജി. ഇത് കേട്ട് സൂര്യൻ നാണിച്ച് തലതായി. അവന്റെ പരുപരുത്ത താടിരോമങ്ങൾ അവളിൽ പിക്കയുന്നു. രണ്ടിണക്കുരുവികൾ ചക്കപ്ലാവിനുള്ളിരുന്ന് കൊക്കുരുങ്ങി. ആകാശത്തമ്പിളി കണ്ണു തിങ്ങി. പെട്ടെന്ന് അവന്റെ കൈനഖങ്ങൾ വാർന്നു. കവളുകൾ കാറി, പക്ഷികൾ പാറി, ചുണ്ടുകൾ കീറി. ഇതൊന്നും കഴിഞ്ഞേ? ഇതൊരു പൈശാചിക നോവലാണ്. മരംകൊത്തി വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന പൂച്ച കറുത്ത പൂച്ച വായിക്കാം. ഇല്ല. അയ്യോ, വായിക്കണം. ഇതൊരു പക്ഷേ ചലച്ചിത്രമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ സിനിമാ താരങ്ങളെ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞൊരു പരസ്യവും കൂട്ടത്തിലുണ്ട്. ഏറ്റവും നല്ല നിർദ്ദേശത്തിന് സിനിമാ നടൻ ഇന്നസെന്റിന്റെയോ മാമുപ്രിയയുടെയോ 10 വയസ്സിന് താഴെയുള്ള ഒരു ക്യാബിനറ്റ് സൈസ് ഫോട്ടോ പത്രാദികളുടെ സ്വന്തം കയ്യൊപ്പോടെ അയച്ചു തരും. കൂടാതെ ഒരു സൗജന്യ ചിറാപ്പുഞ്ചി യാത്രയിൽ ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. സാറല്ല സാധാരണ മനുഷ്യനാ. എന്നെ പരിചയപ്പെടുന്ന പലരും ഇത് പറയാറുണ്ട്. സാറെന്താ കല്യാണം കഴിക്കാതെ? എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്തിയില്ല. ഇതുവരെ കണ്ടില്ലേ? കണ്ടെത്തി. എവിടെ? ഇവിടെ. ഇവിടെയോ? അതെ. ആരാ? പറയാം. പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ ചേട്ടനോടോ അച്ഛനോടോ പറയരുത്. ഞാനാണോ ആണ്? ഇഷ്ടമാണ്. നീ എന്താ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത്? നിന്റെ മൂക്കിലുണ്ട് കിട്ടും. എന്റെ സൃഷ്ടി എവിടെ? സൃഷ്ടിയോ? എന്റെ ഫയല്, സഞ്ചി, എന്റെ സൃഷ്ടികൾ മുഴുവൻ അതിനകത്തായിരുന്നു. കൂളമ്പാരം കൊണ്ടുപോകായോ? പൂവെന്നോ? വെരി കൾച്ചർലെസ്.
സോറി മിസ്റ്റർ അച്ഛൻപിള്ളെ, ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ആം വർഗീസ് വളവിൽ, പ്രശസ്ത നോവലിസ്റ്റ്. വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കണം. അതെ, ആ പേര് തന്നെ ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞതാ. അതായി വിളിക്കുമ്പോ ഈ വളഞ്ഞു പോകുന്നേ. അല്ല, ഇഷ്ടമല്ലെങ്കിൽ വളയ്ക്കാതെ വിളിക്കാം. പ്രശസ്ത നോവലിസ്റ്റ് വർഗീസ് വളവിൽ സാറേ, ഉണ്ട് ഒരു 100 രൂപ എടുക്കാൻ. ഞാൻ ആർക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറില്ല. വേണമെങ്കിൽ എന്റെ 2 നോവലുകൾ തരാം. ഇതിനെ കാപ്പി കിടപ്പിക്കണം. അല്ല, അത് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. അയ്യോ വേണ്ട, അത് സാറ് തന്നെ വാങ്ങിയാൽ മതി. എങ്കിൽ ഞാൻ നിസ്സഹായനാണ്. ഹെൽപ്പ്. അത് നിന്നെ ചോദിക്കട്ടെ, നിങ്ങളും ദേവിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നറിഞ്ഞാൽ പറയാമായിരുന്നു. ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാമായിരുന്നു. യാഥാർത്ഥ്യമാണ്. പറിച്ചു നട്ടാലും പറങ്കി മാങ്ങാ പോലെ മുളച്ചു പൊങ്ങുന്ന അപൂർവ സാഗര സംഗമം. പട്ടി കഴിവണ മോനെ, കൂട്ടി കോടലുമാനെ ഞാൻ പുറത്തെടുക്കും എന്നവളുടെ അച്ഛൻ പറഞ്ഞാലും പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടടാ പട്ടി എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല. പരമാവധി ശ്രമിക്കും. പരാജയപ്പെട്ടാൽ ഏതെങ്കിലും കലാപ്പുറത്ത് പോയി പാടി പാടി മടിക്കും. തകഴി വേലുപ്പിള്ള എഴുതിയ ഓടയിൽ നിന്ന് എന്ന നാടകത്തിലെ കറുത്തമ്മയെ പോലെ. വേലുപ്പിള്ള അല്ല, തകഴി ശിവശങ്കര പിള്ള. പിള്ള ഏതായാലും തള്ള ഒന്നല്ലേ ഉള്ളൂ. ഞാനൊരു ജോക്ക് കാച്ചല്ലേ ചേട്ടാ. വീടിക്കൻ, അപ്പൊ നീ എന്റെ ചേട്ടന്റെ മകളെ പ്രേമിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. കൊച്ചന്റെ അതാരേ കൊച്ചൻ? 100 രൂപ എടുക്കാനുണ്ടോ നിന്റെ? 200 രൂപ.